കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഏറ്റവും വലുതായിട്ടുള്ള മെറ്റീരിയൽ കിട്ടുക നമുക്ക് 320 മെറ്റീരിയലാണ്. 320 എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള നൈറ്റി മെറ്റീരിയലുകൾ കൂടുതൽ കളക്ഷൻസ് വരിക 290 290 എന്ന് പറയേണ്ടത് 56 സൈസ് നൈറ്റി എന്ന് വെച്ചാൽ XXL ഉള്ള നൈറ്റി വരെ നമുക്കത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി 56 സൈസാണ് ദാനും, എന്നാലോ ഫുൾ സ്ലീവ് വേണമെന്നുള്ളവർക്ക് നമ്മൾ കൊടുക്കുക 320 മെറ്റീരിയലാണ്. അത് 60 സൈസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 56 സൈസിൽ നൈറ്റി അടിക്കുക. അതിൻ്റെ അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫുൾ സ്ലീവും ആക്കാം. ഇനി അതല്ല 58 സൈസ് മതി, അതിൽ അത്യാവശ്യം ഒരു മുക്കാൽ സ്ലീവ് കൈ മതി എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം 320 മതി. പക്ഷെ 60 സൈസ് ഹൈറ്റും ഉണ്ട്, ഫുൾ സ്ലീവും വേണം, ഫുള്ള് വീതിയും വേണം, ഒരു 3XL 4XL വീതിയും വേണമെന്ന് പറഞ്ഞവർക്ക് 320 തികയൂല. അങ്ങനെയുള്ളവർ ഒരു വിധക്ക റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ 5XL നൈറ്റി എടുക്കുക, അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് നല്ല തടിയുള്ളവർക്ക് ഇഷ്ടമുള്ള ക്ലോത്തിൽ ഇഷ്ടമുള്ള മോഡലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് എടുക്കേണ്ടി വരും. അതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് സാധാ നൈറ്റി മെറ്റീരിയലിനേക്കാളും 6 ഇഞ്ച് എക്സ്ട്രാ വീതി കിട്ടുന്ന മെറ്റീരിയലാണ് ബഡാ നൈറ്റി മെറ്റീരിയൽസ്. ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കുക 320 മെറ്റീരിയൽസ് പറഞ്ഞാൽ എന്താണ്, 290 മെറ്റീരിയൽസ് പറഞ്ഞാൽ എന്താണ്, ബഡാ മെറ്റീരിയൽസ് പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇത് കിട്ടിയിരുന്നു. ഒരു 18 പീസോടെ മാത്രമേ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതേ കളക്ഷൻസ് തന്നെ കുറച്ചും കൂടി ആയിട്ട്, ഇതും അധികമില്ല, 40 പീസേ ഉള്ളൂ. ഇതിൽ വേറെ പ്രിൻ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഉള്ളത് ഞാനിവിടെ നിവർത്തി കാണിക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് സാധാ 320 മെറ്റീരിയലാണ്, അതിൻ്റെ വീതിയാണിത്. അതിനേക്കാളും 6 ഇഞ്ച് വീതി എക്സ്ട്രാ ഈ മെറ്റീരിയലുണ്ട്. അപ്പോൾ നമുക്കൊരു 5XL ആയാലും ഇനി അതെല്ലാം 4XL ഉള്ളവർക്ക് ഫുൾ സ്ലീവ് ആയി. ഇത് 320 നീളമുണ്ട്, 58 സൈസ് നീളം ഈ നൈറ്റീൻ്റെ മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ കൂടെ വീതിയും ഉണ്ട്. ഇഷ്ടം പോലെ എടുക്കുക. ഇനി ടോപ്പൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം നമുക്ക് ധൈര്യമായിട്ട് അടിക്കാം. നൈറ്റി ബഡാ നൈറ്റി ആണെങ്കിൽ അങ്ങനെ അടിക്കാം. അപ്പോൾ വേണമെന്നുള്ളവർ വേഗം മെസ്സേജ് അയച്ചോ. അന്നത് പെട്ടെന്ന് തീർന്നു. ഒരുപാട് പേര് പിന്നീട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കൊടുക്കാൻ പറ്റിയിട്ടില്ല, തീർന്നു പോയിരുന്നു. അപ്പോൾ അതേ രീതിയിലുള്ള വലിയ മോഡൽസ് കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല ഈ വന്ന മോഡൽസ്. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം പേരൊന്നും ബഡാ നൈറ്റി എന്ന് പറയുമ്പോൾ അധികം പേരൊന്നും ചോദിക്കൂലല്ലോ. അജ്രക്കിൽ ആ മോഡൽ കിട്ടിയിട്ടുമില്ല കേട്ടോ. അജ്രക്കിൽ ആ മോഡൽ വേണ്ട ഒരു റണ്ണിങ് മെറ്റീരിയൽ എടുക്കല്ലാതെ നിവർത്തിയില്ല. അത് നമുക്ക് നമ്മളടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ അങ്ങനെ അടിച്ച് കട്ട് ചെയ്തിട്ട് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതിന് വേണമെന്നുള്ളവർക്ക് വേഗം 10 പീസ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, 1-2 പീസ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. വേണമെന്നുള്ളവർ വേഗം മെസ്സേജ് അയച്ചോ. നിങ്ങൾ നൈറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ, സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇല്ലയെന്ന് ചോദിക്കുന്നവർക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒരുപാട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. കുറച്ചൊരു 6 മാസം മുമ്പുള്ള വീഡിയോസ് നോക്കിയാൽ മതി. ഇട്ട വീഡിയോസ് തന്നെ വീണ്ടും ഇടണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന തിരക്കിൽ നമുക്കത് വീഡിയോ എടുത്ത് നിൽക്കാനും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മോഡൽസുകളൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ഒന്ന് താഴോട്ട് ശ്രദ്ധിച്ചാൽ റീസെല്ലിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ്, റീസെല്ലിങ് ബിസിനസ് എങ്ങനെയെന്നുള്ള വീഡിയോസ്. നമ്മൾ റീസെല്ലിങ് ചെയ്യാറില്ല, ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ കൊടുക്കും. പിന്നെ അതുപോലെ നമുക്ക് ഈ യൂണിറ്റും കൂടി ഉള്ളതുകൊണ്ട് റീസെല്ലിങ്ങിന് ടൈം ഉണ്ടാവില്ല. റീസെല്ലിങ് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടർക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് അവർ വേറൊരു കൂട്ടർക്ക് അയച്ചു കൊടുത്ത് നിന്ന് കൊടുക്കാറുണ്ട്. ഞാനൊരു ദിവസം 2 ദിവസമൊക്കെ പറ്റുന്നവർക്ക് അങ്ങനെ നിന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് 10 പീസ് എടുക്കാതെ ആ റേറ്റിന് കൊടുക്കാൻ പറ്റില്ല. 10 പീസ് എടുക്കണം മിനിമം. പിന്നെ 2 പീസ് വേണ്ടവർക്ക് അങ്ങനെ അടിച്ച് പഠിക്കണവർക്കൊക്കെ അങ്ങനെ ആക്കിയിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിനായാലും കാര്യങ്ങൾക്കായാലും എന്തിനായാലും ഒരു പരിധി വെക്കുന്ന ആളാണ് ഞാൻ. ആ പരിധി വെച്ചാൽ മാത്രമേ നമുക്ക് എവിടെയും ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അയ്യോ പാവം നിന്ന് കൊടുത്താൽ അത് മുതലെടുക്കണവരും ഉണ്ടാവും, അതിനെ നന്നായിട്ട് ഉപയോഗിക്കണവരും ഉണ്ടാവും. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഭിക്ഷാടനം നിരോധിച്ച് ഈ ഭാഗത്ത് ഭിക്ഷാടനം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ട് ആ ഭാഗത്തേക്ക് ആര് ഭിക്ഷ യാചിക്കാൻ വന്നാലും കൊടുക്കാത്തവരുണ്ട് നമ്മൾ. അപ്പോൾ അതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് മോഷ്ടിക്കാൻ കയറുന്നുണ്ട്, കള്ളുകുടിയന്മാർ ഭക്ഷണത്തിനാന്ന് പറഞ്ഞിട്ട് വന്ന് വാങ്ങിയിട്ട് അവർ കള്ളുകുടിക്കാൻ കയറുന്നുണ്ട്, പിടിച്ച് പറിക്കാർ വരുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതിലൊക്കെ പറ്റാത്ത എന്താണെന്നറിയോ, ഇങ്ങനെ നടന്നിട്ട് സ്വന്തം നാട്ടിൽ ആരും തിരിഞ്ഞു നോക്കാതാവുമ്പം അന്യനാട്ടിൽ പോയിട്ടായാലും 10 രൂപ നയിക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തവർ 10 രൂപ അങ്ങനെ കിട്ടിയിട്ട് അതുകൊണ്ട് കഴിഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. ഓലിപ്പോൾ പട്ടിണിയായി. അതുപോലെ തന്നെയാണ് ഇതും.
നമ്മൾ ഒരു പാവല്ലേന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ഓഫർ ഒരു കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് വേറൊരു വെള്ളിക്കെട്ടായിട്ട് ഏറ്റവും വലിയ അനുഭവം മിനിഞ്ഞാന്ന് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ രാവിലെ ആകുമ്പോക്കിന് പേയ്മെൻ്റ് അയക്കും, നിങ്ങൾ പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചോണ്ടിയെന്ന് പറഞ്ഞ്. അങ്ങനെ രാവിലെ പേയ്മെൻ്റ് അയക്കാമെന്ന് പറഞ്ഞ് പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ പേയ്മെൻറ്റ് തന്നതിന് ശേഷമാണ് കുറേ ആൾക്കാർ ആദ്യം പൈസ അയക്കാമെന്ന് പറഞ്ഞിട്ട് പൈസ അയക്കാതെ പിന്നീട് ബ്ലോക്ക് ആക്കിയിട്ടൊക്കെ പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാക്കു സാധനം അയക്കണതിന് മുമ്പ് കാക്കുവാണ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. ഏറെയും കാക്കുവിൻ്റെ ടൈമിലാകുമ്പോഴേ ഞാൻ പോകാറുള്ളൂ. അപ്പം എന്നോട് സ്ക്രീൻഷോട്ട് ചോദിക്കാറുണ്ട്, സ്ക്രീൻഷോട്ടോടെ അത് കണ്ടിട്ടേ കൊണ്ടുപോകാറുള്ളൂ. അപ്പം അന്ന് എന്തോ തിരക്കിൽ കാക്കു ചോദിക്കാനും വിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പാക്ക് ചെയ്ത് വെച്ച് ഇത് മേലെയായിരുന്നു വെച്ചിരുന്നത്, അവിടെ പേയ്മെൻറ്റ് അയച്ചിട്ട് അയക്കാമെന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഓർമ്മയില്ലാതെ കാക്കു ചോദിക്കാനും വിട്ട് ഞാനത് എടുത്തു വെക്കാനും മറന്ന് അങ്ങനെ അയച്ച്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അവർ വിളിച്ചിട്ട് പേയ്മെൻറ്റ് അയക്കട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളിത് അയച്ചും പോയി, നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചോളി ആയിക്കോട്ടെ, ഞാനത് ഓർമ്മയില്ലാതെ അയച്ചും പോയി, നിങ്ങളോട് പറയാൻ വിട്ടുപോയതാന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കയ്യിൽ നിന്ന് 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് വെച്ചിട്ട് അയച്ചു, ഇനി ഏതെങ്കിലും സാധനം കയ്യിൽ കിട്ടട്ടെ, എന്നിട്ട് അതിലൊന്നും കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ പറയാതെ നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടാണ്, സാധനം കയ്യിൽ കിട്ടട്ടെ, എന്നിട്ട് ഞങ്ങൾ പൈസ അയച്ചു തരേണ്ടതെന്ന്. അതിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നുണ്ട്. ഇന്ന് പോസ്റ്റ് ഓഫീസിൽ ഞാൻ ചെന്നപ്പം ആ സാധനം അവിടെ നിന്ന് പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ കൊടുത്ത പോക്കിന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് വണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അയക്കാന്നുള്ള ഇന്ന് രാവിലെ എനിക്ക് നേരത്തെ പോകാനുണ്ടായിരുന്നു. ഞാനിത് മനസ്സിലും കൂടി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആ പേയ്മെൻറ്റ് പോയി ഇങ്ങോട്ട് തിരിച്ച് എന്നിട്ട് ഞാൻ അവർക്ക് വിളിച്ച് പറഞ്ഞ് ഞാൻ ആ പേയ്മെൻറ്റ് സാധനം തിരിച്ച് വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പൈസ അയക്കണം കേട്ടോ. പിന്നെ അവർ വിളിച്ച് അത് അങ്ങനെയല്ല, ഞങ്ങൾ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആദ്യമുള്ളവരായതുകൊണ്ടാണ് ഞങ്ങൾ പൈസ അയച്ചുതരാം, ഞങ്ങൾ സാധനം അയച്ചോളൂ. ഞാൻ പറഞ്ഞു അത് വേണ്ട, ആ ബിസിനസ് നമുക്ക് വേണ്ട, നിങ്ങൾക്ക് എവിടെ നിന്നാണോ താല്പര്യമുള്ളത്, എവിടെ നിന്നാണോ വിശ്വാസമുള്ളത് അവിടെ നിങ്ങൾ സാധനം വാങ്ങിയാൽ മതിയെന്ന്. പക്ഷെ അവർ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ അവർ പൈസ അയച്ച് നിങ്ങളത് അയക്കണം എന്തായാലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ. പക്ഷേ അവരോട് എനിക്ക് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചിലരെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അയച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾ പൈസ അയച്ചില്ലെങ്കിലും നിങ്ങൾ അയച്ചല്ലോ, സന്തോഷമായി, ഞങ്ങൾ വേഗം പൈസ അയക്കട്ടോ എന്ന് പറയും. അതേ സമയത്ത് ഇങ്ങനെ ചിലർ കാണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം പൈസ അയക്കാതൊക്കെ നമുക്ക് അയക്കാനുള്ള ഒരു മനസ്സിലൊരു മടുപ്പും ഒരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ അതുപോലെ ഒരാൾ ഞാൻ പകുതി പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ അയച്ചുകൂടി ഞാനൊരു വൈകുന്നേരം ആകുമ്പോക്കിന് വിടുമെന്ന് പറഞ്ഞു. പിന്നെ അവരെ കയ്യിൽ സാധനം കിട്ടിയെന്ന് വരെ അവർ പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം സാധനം കിട്ടി നിങ്ങൾക്ക് അത് ഇന്നലെ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി ബാലൻസ് പറഞ്ഞപ്പോൾ അതാരും ഇതുവരെ എടുത്തിട്ടില്ല, കച്ചവടം ആവട്ടെ. എന്നിട്ട് ഓൺലൈനായിട്ടാകുമ്പോൾ ആദ്യം എടുക്കുമ്പോഴുള്ള പേടിയും ഭയവും അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, കാരണം ആദ്യമായിട്ട് എടുക്കണമെന്ന് ഒരുപാട് പേര് പറ്റിക്കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഓൺലൈനായിട്ട് പബ്ലിക്കായിട്ട് ചാനലിലൂടെ സെയിൽ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ പൈസ അയച്ചു തന്നിട്ട് തന്നിട്ടില്ലേ, നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കമൻ്റ് ആയിട്ടൊക്കെ ഇടാം. പക്ഷെ ഞാൻ അയച്ചു തന്നിട്ട് ബ്ലോക്ക് ചെയ്ത് പോയി ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടിലും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അതിൻ്റെ കൂടെ ഇനി ഉള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ വീഡിയോൻ്റെ കമൻ്റ് ആയിട്ടിടുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ല.